We had a whole plan and still ended up doing something completely different. ഇത് ആക്ച്വലി ഒരു മാസം മുമ്പ് ഞങ്ങൾ പോയ ഒരു പിക്നിക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആയി പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു വീഡിയോ ആണ്, ഞാൻ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. And we decided we'll go on a cute little picnic. Nothing too fancy, just something simple for our anniversary week. So we got into the car and started driving through Bangalore. And honestly, the drive itself already felt special. എന്താ സ്പെഷ്യൽ എന്നറിയാമോ? ബിക്കോസ് നമ്മുടെ ബാംഗ്ലൂരിൽ ആ സമയത്ത് ഫുൾ പിങ്ക് ഫ്ലവേഴ്സ് ആണ് നിറഞ്ഞു നിൽക്കുമായിരുന്നു. നമ്മളിപ്പോൾ ട്രാഫിക് സ്റ്റക്കായി നിന്നാലും നമുക്ക് ആ ഫ്രസ്ട്രേഷൻ തോന്നാറില്ല, ബിക്കോസ് നമ്മൾ ആ ഫ്ലവറിൻ്റെ ബ്യൂട്ടി ആസ്വദിച്ചങ്ങ് ഇരുന്ന് പോകും. പിന്നെ സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ കബൻ പാർക്കിലെത്തി. ആൻഡ് വി റീച്ച്ഡ് കബൻ പാർക്ക് അറൌണ്ട് 4 PM. പെർഫെക്റ്റ് ടൈമിംഗ് ആയിരുന്നേ. The golden nights was just starting to fall on everything. The trees, the grass, even the benches. Even the air felt warm and tiny squirrels running around like they owned the place. We found a small spot a little away from the crowd. നമ്മൾ ചൂസ് ചെയ്തത് ഒരു ചെറിയ ഡ്രൈ പാച്ച് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് ഗ്രീൻ ആയിട്ടുള്ള ലോണിലിരുന്ന് അത് പിന്നെയും നശിച്ച് ഇങ്ങനെ ഡ്രൈ ആവുന്നോർത്ത് ഞങ്ങൾ ഈ ഡ്രൈ പാച്ചിലോട്ടാണ് ഇരുന്നത്. ആൻഡ് ഈ മാറ്റ് ഞാൻ പിക്നിക്ക് വരുന്ന മുമ്പേ ഒന്ന് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ബട്ട് നമ്മൾ ഉദ്ദേശിച്ച അത്രയും വലുപ്പമില്ലെങ്കിലും ബട്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ബട്ട് നല്ലൊരു മാറ്റായിരുന്നേ. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ താഴെ വെച്ച് ഒന്ന് സെറ്റിൽ ഡൗൺ ആയ ശേഷം and we were just enjoying the place, the people laughing in the distance, kids playing, dogs running, but in our little corner it felt still. And then food, the main excited part of the picnic. The main സംഭവമാണ് നമ്മൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് വരുന്ന സാൻഡ്വിച്ചസ്. അത് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ആൻഡ് ഈ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ ഇൻസ്റ്റഗ്രാമത്തിൽ കണ്ടെത്തിയ ഒരു റെസിപ്പിയാണ്. അത് ഭയങ്കര വൈറലായിരുന്നു. ഇഡ്ലി ചെമ്പിൽ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് വിച്ച് ഇസ് വെരി ഹെൽത്തി. ആൻഡ് ഇഫ് യു ഗൈസ് ഹാവൻ ട്രൈഡ് ഇറ്റ്, യു ഗൈസ് ഹാവ് ടു ട്രൈ ഇറ്റ്. ബിക്കോസ് ചീസ് ഒന്നുമില്ല, മയണൈസ് ഒന്നും ഇല്ലാതെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആൻഡ് വി ബോത്ത് എൻജോയ്ഡ് ഇറ്റ്, having it, seeing all the tall trees. And also definitely ഞാൻ എൻ്റെ ബോട്ടിലിൽ ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻഡ് നമ്മൾ കട്ട് ഫ്രൂട്ട് സ്ട്രോബെറിയും പിന്നെ ആപ്പിളും എടുത്തു. അത് നമ്മൾ എൻജോയ് ചെയ്തിട്ട് കഴിക്കുകയായിരുന്നു. After that, we just slow down, no phones, no rush, just sitting, talking, watching, doing nothing but feeling everything. We didn't plan anything big for our anniversary, but this felt like enough, more than enough. വേഗം 6 o'clock ആയി. അതങ്ങനെ നല്ല ഒരു വൈബായി വരുമ്പോഴത്തേക്കും സമയം പെട്ടെന്ന് പോകും. ആൻഡ് 6 മണി ആയപ്പോഴത്തേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടന്മാർ വിസിലടിച്ച് തുടങ്ങി. ബിക്കോസ് നമ്മളെ പറഞ്ഞയച്ചിട്ട് വേണ്ടേ അവർക്ക് വീട്ടിൽ പോകാൻ. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു.
ആൾക്കാരെല്ലാം പോകുന്ന മുമ്പേ തന്നെ ഈ കബൻ പാർക്ക് ഒന്ന് മൊത്തത്തിൽ കണ്ടിട്ട് പോകാൻ വേണ്ടിയാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർ അവിടെ ഇങ്ങനെ സ്കേറ്റിംഗ് ഒക്കെ ചെയ്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു നല്ലൊരു പിക്നിക് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ കബൻ പാർക്കിൻ്റെ വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വി ക്യാൻ സീ ബിഗ് ബിൽഡിങ്സ്, ബാക്ക് ടു അവർ യൂഷ്വൽ ലൈഫ് അങ്ങനെ തോന്നി. അപ്പം നമ്മൾ കുറച്ച് ദൂരമാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കാർ എടുക്കാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. ബിക്കോസ് അവിടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണെങ്കിൽ എന്തോ മാച്ച് എന്തോ നടക്കുമായിരുന്നു, എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ കാറും ബൈക്കെല്ലാം നല്ല ചേർത്ത് നിർത്തിയേക്കുമായിരുന്നു ഞങ്ങളുടെ കാറിന് അവിടെ. അതുകൊണ്ട് നല്ല കുറച്ച് സമയം എടുത്തിട്ട് ഞങ്ങൾ വണ്ടി എങ്ങനെയോ എടുത്തു വെളിയിൽ. പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു വി വിൽ ഗോ ടു എ ഫാൻസി റെസ്റ്റോറൻറ്റ് പോകാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഇന്ദിരാനഗറിലെത്തിയപ്പോൾ ഇവിടെ ഒരു പുതിയൊരു സംഭവം, വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മൾ തായ്ലാൻഡിൽ പോയതുകൊണ്ട് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റ് അവിടെ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു മിനി വേർഷൻ ആയിരുന്നേ. ഈ സ്ട്രീറ്റിൽ നമുക്ക് യു ക്യാൻ ഫൈൻഡ് വെറൈറ്റീസ് ഓഫ് ഫുഡ് സ്റ്റോൾസ് ആൻഡ് ഓൾ. കുറേ യങ് ഓൺട്രപ്രനേഴ്സ് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സ്മോൾ സ്റ്റോൾസ് ഇട്ട് ബിസിനസ് നടത്തുന്നുണ്ട്. നല്ല രസമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം ടോയ്ലറ്റിലായിരുന്നു ബുക്ക് ചെയ്തത്. അവിടെ നമുക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് വി ഡിസൈഡഡ് ടു ഗോ ടു അനദർ പബ് ദാറ്റ് ഈസ് കോൾഡ് ഡാഡീസ് പബ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടുത്തെ ഫുഡ് ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. We had a good time there. After it wasn't perfect things to do exactly how we planned, but it felt really easy and ours, and maybe that's what makes days like this so special. അപ്പോൾ അത്രയേ ഉള്ളൂ. Hope you guys enjoyed it. If you guys are new to my channel, please do subscribe.